നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. വടക്കൻ ഗോവയിലെ അർപ്പോറ ഗ്രാമത്തിലെ ഒരു നിശാ ക്ലബ്ബിൽ ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചു. മരിച്ചവരിൽ ഏറെയും ക്ലബ്ബിലെ ജീവനക്കാരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ബാഗയിലെ ബിർച്ച് ബൈ റോമിയ ലെൻ എന്ന ക്ലബ്ബിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്ന് ഗോവ പോലീസ് മേധാവി അലോക് കുമാർ പറഞ്ഞു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും പ്രാദേശിക MLA മൈക്കൽ ലോബയും ഉടൻ സ്ഥലത്തെത്തി. കൊല്ലം അഷ്ടമുടിക്കായലിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഇട്ടിരുന്നിടത്ത് വൻ തീപിടുത്തം. 15ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. ആളവമില്ല. കുരിപ്പുഴ പള്ളിക്ക് സമീപം അയ്യൻകോവിൽ ക്ഷേത്രത്തിനടുത്താണ് ഇന്ന് പുലർച്ചെ 2:30 അഗ്നിബാധ ഉണ്ടായത്. കാരണം വ്യക്തമായിട്ടില്ല. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 5 വയസ്സുകാരനെ തമിഴ്നാട് വാൽപ്പാറയിൽ പുലി കടിച്ചു കൊന്നു. വാൽപ്പാറ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയായ അസം സ്വദേശി രാജ്ബുൾ അലിയുടെയും ഷാജിദ ബീഗത്തിൻ്റെയും മകനായ സൈഫുൽ അലാമാണ് കൊല്ലപ്പെട്ടത്. അയ്യാർപാടി എസ്റ്റേറ്റ് ബംഗ്ലാവ് ഡിവിഷനിലാണ് സംഭവം. തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. വാൽപ്പാറയിൽ 8 മാസത്തിന്റെ 3 കുട്ടികളെയാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവ സ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ BJP ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഒരാഴ്ച നീട്ടിയത് പോരെന്ന് CPM-ഉം കോൺഗ്രസും പറഞ്ഞു. ഇനിയും ഫോം സ്വീകരിക്കാത്ത 20.75 ലക്ഷം പേരെക്കുറിച്ചുള്ള പരിശോധന നടത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ആവശ്യത്തിന് സമയമുണ്ടെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നതിൽ നടപടിയുമായി കേന്ദ്രം. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനെ 1 മാസത്തേക്ക് അടിയന്തര വിലക്ക് കൽപ്പിച്ചു കേന്ദ്രം. കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും തുടങ്ങി. വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും. നിർമ്മാണത്തിലെ വീഴ്ചയിൽ സംസ്ഥാനത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തോട് സർക്കാരിന്റെ പടലേക്ക് ഇടാൻ നോക്കണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ദേശീയപാത തകർന്നത് ആരുടെയും പെടലേക്ക് ഇടണമെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ദേശീയപാതയുടെ അവകാശവാദം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരാണ്. തകർന്നു വീഴുമ്പോൾ തള്ളിപ്പറഞ്ഞാൽ പോരെന്നും ദേശീയപാതയുടെ സുരക്ഷയിൽ വലിയ ആശങ്കയുണ്ടെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED നോട്ടീസ് ലഭിച്ചതിൽ പ്രതികരണമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്രമാത്രം പരിഹാസ്യമായ കാര്യമെന്നേ പറയാനുള്ളൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബിക്കായി ഞങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസനത്തിന് വേണ്ടി തന്നെയാണ് പണം ചെലവഴിച്ചത്. അത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ്. കിഫ്ബി പ്രവർത്തിക്കുന്നതിൽ റിസർവ് ബാങ്കിന് വിരുദ്ധമായി ഒരു വ്യതിയാനവും വരുത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് ഉത്തരവ്. കേസിൽ FIR വായിക്കുക മാത്രമാണ് വീഡിയോയിൽ ചെയ്തതെന്നും പരാതിക്കാരെ അവഹേളിക്കുന്ന ഒന്നും ഇതിൽ ഇല്ലെന്നും രാഹുൽ ഈശ്വർ വാദിച്ചിരുന്നു. രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം തള്ളിയ കോടതി വിധിയിൽ സുപ്രധാന നിരീക്ഷണങ്ങൾ. പരാതിക്കാരിയെ വീഡിയോയിലൂടെ ലൈംഗികമായി അധിക്ഷേപിച്ചിട്ടുള്ള വാദം നിലനിൽക്കില്ലെന്നും ഏതെങ്കിലും ഒരു വാക്കോ വാചകമോ എടുത്തു മാത്രമല്ല ഇക്കാര്യം പരിഗണിക്കേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. കസ്റ്റഡിയിൽ കഴിയുമ്പോഴും പ്രതിയുടെ Facebook അക്കൗണ്ടിൽ സമാനമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ പ്രതി ജയിലിൽ തന്നെ കിടക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചത്. ജയിലിൽ നിരാഹാര സമരം അവസാനിപ്പിച്ച് അതിജീവിതയെ അവമാനിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ആശുപത്രി സെല്ലിൽ കഴിയുന്ന രാഹുൽ വിശക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ ഭക്ഷണം വാങ്ങി നൽകി. ഇന്നലെ ജാമ്യം നിഷേധിച്ചതോടെയാണ് രാഹുൽ ഈശ്വറിന്റെ പിന്മാറ്റം. അപകീർത്തികരമായ പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് നേരത്തെ കോടതിയിലും അറിയിച്ചിരുന്നു. കേരളത്തിൽ വലിയ ഭൂരിപക്ഷം നേടി LDF വിജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം മാത്രമാണെന്ന് BJP നേതാവ് കുശ്ബു. BJP പ്രചാരണത്തിന് തൃശ്ശൂരിൽ എത്തിയതായിരുന്നു കുശ്ബു. എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ടെന്നും അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്നും പറഞ്ഞ കുശ്ബു ഭൂരിപക്ഷം നേടി LDF വിജയിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണെന്നും പരിഹസിച്ചു. നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോളൊഴിച്ച് കത്തിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. കുറത്തിയാർ പൊറിയിൽ സ്വദേശി മുഹമ്മദ് ഷാഹുൽ, പുളിക്കലോടി സ്വദേശികളായ സുബൈർ ബാബു, മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് പിടിയിലായത്. ഈ മാസം 1 പുലർച്ചെയാണ് പ്രതികൾ കാർ കത്തിച്ചത്. വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന് നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയ ചോദ്യം ചെയ്തതിനാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നത്. ശബരിമലയിൽ ഇതുവരെ എത്തിയ അയ്യപ്പഭക്തരുടെ എണ്ണം 17 ലക്ഷം കടന്നു. ഇന്നലെ ഉച്ചവരെ ദർശനം നടത്തിയത് 1.5 ലക്ഷത്തിൽ അധികം ഭക്തരാണ്. അവധി ദിവസമായതിനാൽ ഇന്നലെ കൂടുതൽ വിശ്വാസികൾ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച 1 ലക്ഷത്തിന് അടുത്ത് വിശ്വാസികളാണ് ദർശനം നടത്തിയത്. പാലക്കാട് തോക്ക് ചൂണ്ടി വ്യവസായി തട്ടിക്കൊണ്ടുപോയി. ഇന്നലെ വൈകിട്ട് 6:30 തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് സംഭവം. കൂറ്റനാട് ഭാഗത്തു നിന്ന് ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോകുമായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഘം വ്യവസായിയെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇന്നോവ കാറിലാണ് കൊണ്ടുപോയ. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വയനാട് മുത്തങ്ങയിൽ വലൻ
കുഴൽപ്പണ വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 1,11,00,000 രൂപ പിടിച്ചെടുത്തു. എക്സൈസ് വെള്ളിയാഴ്ച രാത്രിയിൽ അതിർത്തി നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. നൂൽപ്പുഴ നായ്ക്കട്ടി സ്വദേശി CK മുനീറാണ് പണവുമായി പിടിയിലായത്. അതിർത്തി നടന്ന പരിശോധനയിലാണ് ചുവന്ന ഹുണ്ടായിൽ കാറിൽ നിന്ന് പണം കണ്ടെടുത്തത്. ക്ഷേത്രത്തിൽ ദാനം നൽകിയ ഭൂമി ദേവസ്വം ഉദ്യോഗസ്ഥൻ കൈക്കലാക്കിയെന്ന് പരാതി. കൊച്ചിൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽകുമാറിനെതിരെ നെട്ടിശ്ശേരി സ്വദേശിയാണ് പരാതി നൽകിയത്. ഇഷ്ടദാനമായി പെരിങ്ങാട്ടുകുറിശി സ്വദേശിനി എഴുതി നൽകിയ 70 സെന്റ് സ്ഥലം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തെന്നും ക്ഷേത്രത്തിലേക്ക് ഭൂമി എഴുതി വെച്ച കാര്യം ബോർഡിനെ അറിയിച്ചില്ലെന്നും വിജിലൻസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. CPM-നൊപ്പം ചേർന്നാൽ മതേതര പാർട്ടിയെന്നും കോൺഗ്രസിനെ പിന്തുണച്ചാൽ വർഗീയ പാർട്ടി എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നയം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4 പതിറ്റാണ്ടിനകം ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ട് നടന്ന CPM-ആണ് UDF-നെ വിമർശിക്കുന്നതും ലീഗിലെ പിന്നാലെ നടന്നപ്പോൾ ലീഗ് വർഗീയ ശക്തിയല്ല മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ലീഗിനെ തള്ളിപ്പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ ഉടമസ്ഥയുള്ള തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി സൈബർ സെൽ. ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച IP അഡ്രസ്സുകളും പണം നൽകി ദൃശ്യങ്ങൾ വാങ്ങിയവരുടെ IP അഡ്രസ്സുകളും സൈബർ സെൽ ട്രസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങൾ അശ്ലീല സെറ്റുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചത്. മലപ്പുറം പൊന്നാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി മാഫിയ പോലീസ് പിടിയിലായി. 20ലധികം സർവകലാശാല 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തു. പൊന്നാനിയിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിന്റെ ഉടമ പോത്തന്നൂർ സ്വദേശി ഇർഷാദിനെയും സഹായി പുറത്തൂർ സ്വദേശി രാഹുലിനെയും പൊന്നാനി പോലീസ് കസ്റ്റഡിയെടുത്തു. ഇവർക്ക് സർട്ടിഫിക്കറ്റ് എത്തിച്ചു കൊടുത്തിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ജസീബിനെ ബാംഗ്ലൂരിലെ ഒളിസംഘത്തു നിന്നും അറസ്റ്റ് ചെയ്തു. പ്രിന്റിംഗ് മെഷീനിൽ സാരി കുടുങ്ങി തലയിടിച്ച് വീണ് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. വർക്കല ചെറുകുന്നം സ്വദേശി മീനയാണ് മരിച്ചത്. വർക്കലയിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ പ്രിന്റിംഗ് പ്രസ്സിലാണ് അപകടം നടന്നത്. മീന 20 വർഷമായി പ്രസ്സിലെ ജീവനക്കാരിയാണ്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും കോഴിക്കോട് സ്വദേശിയുമായ അക്ഷയ് ചന്ദ്രനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ഇൻഡിഗോ വിമാനത്തിന്റെ സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രാജ്യത്തുടനീളം 800ലധികം സർവീസുകൾ തടസ്സപ്പെട്ടതോടെ ഇന്നലെയും വിമാനയാത്രക്കാർ വലഞ്ഞു. ഇൻഡിഗോയുടെ നിരുത്തരവാദപരമായ രീതിയെ വിമർശിച്ച് കേന്ദ്രവും രംഗത്തെത്തി. അതിനിടെ നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ഇൻഡിഗോ കാലതാമസമില്ലാതെ മുഴുവൻ പണവും തിരികെ നൽകണമെന്ന് മന്ത്രാലയവും നിർദ്ദേശിച്ചു. ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ രാജ്യത്ത് വിമാനയാത്രാ നിരക്കുകൾ കുത്തനെ ഉയർന്നതിനിടെ തുടർന്ന് നടപടി സ്വീകരിച്ചു കേന്ദ്ര സർക്കാർ. വിമാനയാത്രാ നിരക്കുകൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പരിധി നിശ്ചയിച്ചു. 500 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് പരമാവധി 7,500 രൂപ മാത്രമേ ഈടാക്കാവൂവെന്ന് ഇതിൽ പറയുന്നു. 1000 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് 12,000 രൂപ ഈടാക്കാനാവും. ഉത്തരവ് ലംഘിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ഈ രീതി വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറുന്നവരെ തുടരുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.